നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു തൊഴിലവസരമാണ്. സാധാരണ നമ്മൾ തൊഴിലന്വേഷകർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു 18 വയസ്സിനും 20 വയസ്സ്, 25, 30 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും കൂടുതലും തൊഴിലന്വേഷകർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നവർ. പിന്നെ തൊഴിൽ അപ്ഗ്രേഡ് ചെയ്യുന്നവർ ഒരു 35 മുതൽ ഒരു 45 വരെയുള്ളവർ അപ്ഗ്രേഡ് ചെയ്യുന്നവരുമാകാം. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് അവരെക്കുറിച്ചൊന്നുമല്ല. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു 55 വയസ്സ് കഴിഞ്ഞ കാറ്റഗറികൾക്ക് ഉള്ള തൊഴിലവസരങ്ങളെക്കുറിച്ച്. അപ്പം നിങ്ങളിൽ പലർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു തമാശയായിട്ട് തോന്നാം. പക്ഷേ ഒരിക്കലും അത് തമാശയായിട്ട് തോന്നേണ്ട കാര്യമില്ല. റിട്ടയേർഡ് ആയിട്ടുള്ള ബാങ്ക് എംപ്ലോയീസിന് വേണ്ടുന്ന അവസരങ്ങൾ. അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ രീതി വെച്ച് ചെറിയ പ്രായത്തിലാണ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ വെച്ച് നോക്കുമ്പോൾ 55 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പീക്ക് പ്രൈം ഏജാണ് ശരിക്കും. ഒരാളുടെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും സർഗാത്മകമായി കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള പ്രായമാണ് ഈ 55, 60 എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് റിട്ടയർമെൻ്റ് ആയി പോകുന്ന പലർക്കും വെറുതെ വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനിയും ഉള്ള കാലം ഇത്ര നേരത്തെ തന്നെ ഇനി ഒരു ജോലി ചെയ്യാതിരിക്കുക, ഒരു ഇഷ്ടക്കുറവുള്ള ആൾക്കാരുണ്ട്. ചിലർക്കത് നേരെ തിരിച്ചാണ്, ഇഷ്ടമുള്ളവരുമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് ഉള്ള കാറ്റഗറി, റിട്ടയർമെൻറ്റ് കഴിഞ്ഞു, ബാങ്കിൽ ജോലി ചെയ്തു, റിട്ടയർമെൻറ്റ് കഴിഞ്ഞു, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇരിപ്പ് ഇഷ്ടമല്ല, വീട്ടിൽ തുടർന്നും ജോലി ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഒരു മികച്ച അവസരമാണ് ഞാൻ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ലൊരു സ്ഥാപനത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു ചെയ്ത ജോലിയുമായി ബന്ധപ്പെട്ടത് തന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് അവരുടെ ജോലി കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു നല്ല അവസരം, അത് നല്ല ഒരു റെമ്യൂണറേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു അവസരം. അപ്പോൾ അതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു 60 വയസ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് എന്ന് ഞാൻ പറഞ്ഞു. ബാങ്ക് എംപ്ലോയീസ് അല്ലെങ്കിൽ ബാങ്ക് ഓഫീസേഴ്സായിട്ട് റിട്ടയർ ചെയ്തവർക്കുള്ള ഒരു മികച്ച അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത്. കേരളത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന സ്ഥാപനമുണ്ട്. അത് കോർപ്പറേഷൻ ആയിട്ട് വരുന്ന, അതായത് കോർപ്പറേഷൻ ബോർഡിൻ്റെ കീഴിൽ വരുന്നതാണ്, ബോർഡ് കോർപ്പറേഷൻ സംവിധാനത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ധനകാര്യ സ്ഥാപനമാണ്. സംരംഭകർക്ക് ലോൺ കൊടുക്കുന്ന, ഡെപ്പോസിറ്റേഴ്സിന് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അവസരം കൊടുക്കുന്ന സ്ഥാപനമാണ്. ഇത് നേരിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നേരിട്ടുള്ള ഭരണത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ധനകാര്യ സ്ഥാപനവുമാണ്. അപ്പോൾ ഇവർക്ക് കുറേയധികം ആൾക്കാരെ ആവശ്യമുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല പ്രോസ്പെക്റ്റീവായിട്ടുള്ള ലോൺ എടുക്കാൻ സാധ്യതയുള്ള നല്ല സംരംഭകരെ കണ്ടെത്തുക. അല്ലെങ്കിൽ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നവർ, പക്ഷേ അവർക്ക് ഒരു ലോണും കൂടെ ഒക്കെ എടുത്താൽ ഒന്നുകൂടെ അടുത്ത തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നവർ, പക്ഷേ പല സാഹചര്യങ്ങളും അവർക്ക് ലോൺ എടുക്കാതെ മുന്നോട്ട് പോകുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നല്ല സംരംഭകരെ അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾ, ഏതെങ്കിലും ഒരു വ്യവസായം, ഒരു സംരംഭം നടത്തുന്നവരെ കണ്ടെത്തി അവരുടെ ബിസിനസ് വളർത്തുന്നതിന്, അവരുടെ സംരംഭത്തിനെ ഒന്ന് ഗ്രോ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ലോൺ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട റോൾസിലൊന്നാണ്. അപ്പോൾ അങ്ങനെ ഈ ലോണുകൾ വേണ്ടവരെ കണ്ടെത്തി അവർക്ക് അതിനുള്ള ടെക്നിക്കൽ അഡ്വൈസ് കൊടുത്ത് ഒരു ലോൺ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ശരിയാക്കി ഒരു ലോൺ ഇഷ്യൂ ചെയ്യുക. അതായത് അവർക്ക് ആ ലോൺ കൊടുക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഈ കാറ്റഗറിയിലുള്ളവരുടെ ജോലി. അപ്പോൾ ഇതിനവർക്ക് വേണ്ടത് റിട്ടയർഡ് ബാങ്ക് എംപ്ലോയീസിനെയാണ്. അപ്പോൾ ആദ്യത്തെ അവരുടെ ജോലി സംരംഭകരെ കണ്ടെത്തുക, വായ്പ ആവശ്യമുള്ള സംരംഭകരെ കണ്ടെത്തുക. ഇനിയും അവർ എത്ര ലോണാണോ എടുക്കുന്നത് ആ ലോണിനെ ബേസ് ചെയ്തുള്ള ഒരു കമ്മീഷൻ ബേസിസിലായിരിക്കും ഈ കാൻഡിഡേറ്റ്സിനെ അവർ എടുക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു 1 കോടിയുടെ ലോണാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ ആ 1 കോടിയുടെ പെർസെൻറ്റേജ് ആയിരിക്കും ഇവർക്ക് വരുമാനമായി ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ എടുക്കുന്ന റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവർക്ക് കൊടുക്കുന്ന ഈ തസ്തികയിൽ അവരുടെ വരുമാനം ആ കമ്മീഷൻ ബേസിസിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് അവർക്ക് ആവശ്യം ആരെയാണെന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്തെ വിവിധ ദേശസാൽകൃത ബാങ്കുകളിൽ, പൊതുമേഖലാ ബാങ്കുകളിലും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും ഇതിൽ രണ്ടിലേതിലെങ്കിലും ഒരു സ്കെയിൽ 2 മാനേജർ ലെവലിന് മുകളിലേക്ക് തൊഴിൽ പരിചയമുള്ളവർ അല്ലെങ്കിൽ അതിൽ റിട്ടയർ ചെയ്തവർ, സ്കെയിൽ 2 മാനേജർ അല്ലെങ്കിൽ ഉയരത്തിൽ സ്കെയിൽ 2, സ്കെയിൽ 3, സ്കെയിൽ 4 മാനേജേഴ്സിനൊക്കെ ഇതിനെ അവർ എലിജിബിളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ്സ് എന്നാണ് അവർക്ക് കൊടുത്തേക്കുന്ന ഡെസിഗ്നേഷൻ. അപ്പോൾ ഇവർ ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ്സ് ആണ്. ബാങ്കിൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ലോൺ ക്രെഡിറ്റ് പ്രോഡക്റ്റ്സ് ആയിരിക്കും. ആ ക്രെഡിറ്റ് പ്രോഡക്റ്റ് നേരിട്ട് അല്ലെങ്കിൽ ആ ലോൺ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം.
അപ്പോൾ ഒന്നിൽ ഷെഡ്യൂൾഡ് പബ്ലിക് സെക്ടർ ബാങ്കിലുള്ളവരായിരിക്കണം, അതല്ല എങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രായത്തിൻ്റെ ലിമിറ്റ് 65 വയസ്സാണ്. 65 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം, ഈ സ്കീമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു 58 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ ഈ അവസരം ഉപയോഗിക്കാം. അതുകൊണ്ടാണ് 65 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സംരംഭകർ എന്ന് പറയുമ്പം നമ്മളുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. MSME എന്നുള്ള കേന്ദ്ര സർക്കാർ അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. അപ്പോൾ ഈ MSME കാറ്റഗറിയിൽ വരുന്ന സംരംഭകർക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മളുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം 50 കോടി വരെ ലോൺ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ MSMEയിലെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾക്ക് 50 കോടി വരെ ലോൺ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് പലതും സാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കമ്മീഷൻ ബേസിസിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഇതിനകത്തു നിന്നുള്ള വരുമാനം എത്രയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും 2 മുതൽ 5 കോടി വരെയുള്ള ലോണുകൾ, അതായത് 2 കോടി മുതൽ 5 കോടി വരെ ഒരു സംരംഭകന് നമ്മൾ ലോൺ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ഈ ഏജൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന തസ്തികയിലേക്ക് എടുക്കുന്ന ആൾക്ക് കിട്ടുന്ന തുക ഏതാണ്ട് 10,000-നും 20,000-നും ഇടയ്ക്കായിരിക്കും. ഇപ്പോൾ 2 to 5 crores എന്ന് പറയുമ്പോൾ 2 crore ആണെങ്കിൽ ഒരു 10,000 കിട്ടും, 5 crores എത്തുകയാണെങ്കിൽ 20,000 വരെ നമുക്ക് വരുമാനമുണ്ട്. ഇനി 5 മുതൽ 10 കോടി വരെ ഉള്ള ഒരു ലോണാണ് നമ്മൾ ശരിയാക്കി കൊടുക്കുന്നത് എങ്കിൽ അതിന് ഏതാണ്ട് 40,000 മുതൽ 60,000 രൂപ വരെ നമുക്ക് അതിനകത്തു നിന്നുള്ള ഇൻകം നേരിട്ട് കിട്ടും. അതുപോലെ തന്നെ എബവ് 10 crores 10 കോടിയിൽ കൂടുതൽ ഉള്ള ഏതെങ്കിലും ഒരു ലോൺ നമുക്ക് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ അതിന് ഏതാണ്ട് 80,000 മുതൽ 1,00,000 രൂപ വരെ കമ്മീഷൻ ഇനത്തിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ അധികം ലോൺസ് നമുക്ക് എന്താ പറയുക സംരംഭകരെ കണ്ടെത്തി അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ അത് എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് ലോൺ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു വരുമാനം സമ്പാദിക്കാനുള്ളൊരു മാർഗ്ഗമുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണോ അതുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് സെക്ടറിൽ തന്നെ ജോലിയിൽ തുടർന്നും നമുക്കങ്ങ് പോകാം എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് 1 വർഷത്തെ കോൺട്രാക്റ്റായാണ് ഇവരെടുക്കുന്നത്. അതിനുശേഷം കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിനുശേഷം റിന്യൂ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അവരുടെ ഒരു നിഷ്കർഷയുള്ളത് ആദ്യത്തെ 3 മാസത്തിൽ ഒരു ലോണെങ്കിലും നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുശേഷം നമുക്ക് മൾട്ടിപ്പിൾ ലോൺസ് നമുക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതനുസരിച്ച് കമ്മീഷൻ എമൗണ്ട് നിങ്ങൾക്ക് വരുമാനമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഗുണം. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മളുടെ ഡൊമസ്റ്റിക് ബ്രാഞ്ച് അല്ലെങ്കിൽ നമ്മളുടെ എവിടെയാണോ ഹോം ബ്രാഞ്ച്, നമ്മുടെ സ്വദേശം എവിടെയാണോ അവിടുത്തെ ബ്രാഞ്ചിലെ അല്ലെങ്കിൽ ആ ഏരിയയിൽ മാത്രമുള്ള ലോണുകൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതല്ല. നമുക്ക് കേരളത്തിൽ എവിടെയുമുള്ള സംരംഭകരെ കണ്ടെത്താനും അവരുടെ ലോൺ ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ലോൺ എടുക്കാൻ താല്പര്യമുള്ളവരെ നിങ്ങൾക്ക് ഓർഗനൈസേഷനുമായി ബന്ധിപ്പിച്ച് അവർക്ക് ആ ഒരു ലോൺ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരംകാരനോ അല്ലെങ്കിൽ കോഴിക്കോടുകാരനോ ആണെങ്കിൽ അവിടെ കോഴിക്കോടോ തിരുവനന്തപുരമോ മാത്രമല്ല അവസരം, കോഴിക്കോടുകാരന് തിരുവനന്തപുരവും കൊല്ലവും എറണാകുളവും ഒക്കെ അവസരമാണ്. കേരളത്തിൽ എവിടെയെങ്കിലുമുള്ള ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ഈ കറക്റ്റ് ആവശ്യത്തിലേക്ക് ലീഡ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അപ്പോഴും ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനിയും ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ അയക്കാം. അത് പോസ്റ്റലിലാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. സാധാരണ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത്, പക്ഷേ ഇത് പോസ്റ്റലായിട്ട് തന്നെയാണ് അയക്കേണ്ടത്. ഇതിൻ്റെ കാര്യം സിമ്പിളാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ കയറി, അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അവിടെ കയറി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് മനസ്സിലാക്കുക, ഇവരുടെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് മനസ്സിലാക്കുക. അവിടെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്ലിക്കേഷൻ ഫോം ഒന്ന് പൂരിപ്പിച്ച് പോസ്റ്റലായി തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യാം. അവരെ അത് പ്രോസസ്സ് ചെയ്ത് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡിസംബർ 20 എന്നുള്ള കാര്യവും പ്രത്യേകം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവർ പലർക്കും ഒരു തോന്നലുണ്ട്, അതായത് ഇനി എന്നെക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരാളായി ഞാൻ മാറിയോ, അല്ലെങ്കിൽ എൻ്റെ കരിയർ എല്ലാം അവസാനിച്ചു, ഇനി ഞാൻ ഒറ്റ ദിവസം സ്വിച്ച് ഇട്ടതുപോലെ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമാണോ എന്നുള്ള ചിന്തയുള്ളവരുണ്ട്. ഇപ്പോൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ എങ്കിൽ, ഉടൻ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഓൾറെഡി ജസ്റ്റ് റിട്ടയർ ആയിരിക്കുന്ന ആളാണ്, 65 വയസ്സിൽ താഴെയുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സുവർണ്ണ അവസരം നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. നിങ്ങളിൽ പരിചയമുള്ള ആർക്കെങ്കിലും ബാങ്കിങ് സെക്ടറിൽ നിന്ന് റീസെൻ്റ്ലി റിട്ടയർ ആയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർക്കും ഒരുപക്ഷെ ഇതൊരു ഉപകാരപ്രദമായേക്കാം.
നിങ്ങളുടെ ഒരു എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായാൽ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും പലർക്കും. എനിവേ, വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.